പ്രവാസ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾ ഉപയോഗിക്കുന്ന ഒരു സാധനം ഏതാണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് പറയാൻ പറ്റും ക്രെഡിറ്റ് കാർഡാണെന്ന്. കാരണം ഏതൊരു അത്യാവശ്യ കാര്യത്തിനും നമ്മൾ കാശ് കയ്യിലില്ലാതെ വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് കുറച്ചുകൂടി സമയം നമുക്ക് ആവശ്യമാണ് പണം അടച്ചു തീർക്കാൻ എന്ന് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡിലേക്ക് പോകും. അങ്ങനെ ക്രെഡിറ്റ് കാർഡ് വാങ്ങി തിരിച്ചടച്ചില്ലെങ്കിൽ 3 തവണയോ അല്ലെങ്കിൽ 6 മാസമോ അതിനിടയിൽ നമ്മൾക്ക് ഈ തിരിച്ചടവ് ലേറ്റായി പോയാൽ നമ്മുടെ പേരിൽ കേസ് വരും. പിന്നെ ആ കേസ് കോടതിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ട്രാവൽ ബാനും ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഇതെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് ഒരു തവണ നമുക്ക് മുടങ്ങിപ്പോയാൽ കുഴപ്പമുണ്ടാവില്ല, അടുത്ത തവണ അത് അടച്ചു കഴിഞ്ഞാൽ മതി. പക്ഷേ അതിന് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടും. പിന്നീട് വന്നാൽ പലപ്പോഴും അക്കമുലേറ്റ് ചെയ്ത് വലിയൊരു സംഭവം ഓട്ടോമാറ്റിക്കലി നമ്മൾ സൈൻ ചെയ്ത സമയത്ത് എല്ലാം ഐ അഗ്രി സൈൻ ചെയ്ത് നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഒരു ചെക്കും കൊടുക്കും അതിൻ്റെ കൂടെ. ഈ ചെക്ക് എന്ന് പറയുന്നത് ഫുൾ എമൗണ്ടിനാണ്. അപ്പോൾ നമ്മളൊരു 2 മാസം 3 മാസം നമ്മൾ മുടക്കിയാൽ ഫോർ എക്സാമ്പിൾ ആ 3 മാസം വീണ്ടും അവർ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കേസ് വരികയോ ചെയ്താൽ പിന്നെ ഈ 3 മാസം മാത്രം അടച്ചാൽ പോരാ, എല്ലാ തുകയും ഒന്ന് അടക്കണം. നമ്മൾ ഒരു 50,000 എടുക്കുന്നതെങ്കിൽ നമ്മൾ മാസത്തിലൊരു 2,000 ദിറംസാണ് അടച്ചു പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ 3,000 ദിറംസാണ് അടച്ചു പോകുന്നതെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ തുക നമ്മൾ എടുത്ത് അതിന് ഡിഫോൾട്ടായിട്ട് നമ്മളൊരു ഇൻസ്റ്റാൾമെൻറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ 3 മാസത്തെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ അടക്കാതിരുന്നാൽ ക്രെഡിറ്റ് സ്കോർ എന്തായാലും നമ്മളെ ബാധിക്കും. ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിൽ നമുക്ക് ഇനി ലോൺ കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും. ഇതിനതല്ല, ആ രീതിയിൽ ക്രെഡിറ്റ് സ്കോർ നോക്കിയില്ല അതൊന്നും ആയിക്കോട്ടെ നമ്മളിനി എടുക്കുന്നില്ല എന്ന് വെച്ചാൽ പോലും നമ്മുടെ പേരിൽ കേസ് വരാൻ ഈ രീതിയിൽ 3 തവണയോ അതിന് കൂടുതലോ അടച്ചില്ലെങ്കിൽ നടക്കും. പക്ഷേ എങ്ങാണ്ട് ഇത് കേസ് ആയി പോയാൽ പിന്നെ ഈ 3 തവണത്തെ അടച്ചാൽ പോരാ, മുഴുവൻ തുകയും അടക്കേണ്ടി വരും. ചിലപ്പം അവർ മൊത്തം എടുത്ത ചെക്കായിരിക്കും 50,000 അടുത്തെങ്കിൽ 50,000 ചെക്കായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക. അത് അവർ പോയി ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. ഡെപ്പോസിറ്റ് ചെക്ക് മടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് കോടതിയിലെത്തും. കോടതിയിൽ നിന്ന് നമുക്ക് യാതൊരു തവണയും ഈ പൈസ കോടതിയിൽ കെട്ടിവെക്കാതെ നമ്മുടെ പേരിൽ ബാൻ ഉണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഡോണ്ട് റൺ അവേ ഫ്രം ദിസ്. നമ്മൾ അഥവാ അങ്ങനെ പറ്റിപ്പോയി പല വിഷയത്തിൽ അങ്ങനെ പെട്ടുപോയി അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഉടനെ ഫോൺ എടുക്കുക അല്ലെങ്കിൽ അവർക്ക് മെയിൽ അയക്കുക, ഇങ്ങനെ ജോലി പോയിട്ടുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫോൺ എടുക്കില്ല. ഫോൺ എടുക്കാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല. പിന്നീട് അത് അക്കമുലേറ്റ് ആയി അവർക്കും ദേഷ്യം വരും, വിളിക്കുന്നവരുടെ സ്വരം മാറും, പിന്നെ അതൊക്കെ വേറൊരു രീതിയിലേക്കാണ് പോവുക. സോ ജാഗ്രത. 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. 1, ആവശ്യമില്ലാതെ ക്രെഡിറ്റ് കാർഡ് എടുക്കാനോ ഉപയോഗിക്കാനോ പാടില്ല. 2, ഒരു തവണ നമ്മൾ മുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അത് ബാങ്കിനെ കൃത്യമായി അറിയിച്ച് ആ രീതിയിലുള്ള പ്രിക്കോഷൻ എടുത്തുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ആകുക. 3, ഒരു കാരണവശാലും നമ്മൾ അവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കാനോ അല്ലെങ്കിൽ ഒളിച്ചോടി പോയി ഇനി അത് നമ്മളെ ബാധിക്കില്ല, പ്രശ്നമില്ല, തട്ടിപ്പാണ്, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വെട്ടിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാനോ പാടില്ല. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകും. മുനീർ അൽ വഫ വിത്ത് ലവ്.